ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, നോഡ്സ് അല്ലേ. നമ്മൾ പിക്ചർ വരച്ച സമയത്ത് ചെറുതായിട്ട് നോഡ് എന്താണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇനി നമുക്ക് നോഡ് കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ പറയാനുണ്ട്. ആ ഒരു ചെറിയ സംഭവം അത് മാത്രമേ ഇവിടെ നിന്നുള്ളൂ. ഓക്കെ, എന്താ നോഡ്? നമ്മൾ ജസ്റ്റ് ഈ പിക്ചർ വരച്ച സമയത്ത് നിങ്ങൾ ഓർത്തുണ്ടോ, ഈ 1s ഒക്കെ 1sൽ നോഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2s വരച്ച സമയത്ത് കണ്ടോ ചെറിയൊരു സ്പേസ്. ആദ്യം കുറച്ച് കൂടിയ കാണാൻ പ്രോബിലിറ്റി കൂടിയ സ്ഥലം. കാരണം ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് വിചാരിക്കുക, പഞ്ചായത്ത് ഓഫീസ് അല്ലേ, പഞ്ചായത്ത് ഓഫീസാണ് ന്യൂക്ലിയസ്. പഞ്ചായത്തിൽ നിന്ന് നമ്മളാണ് ഇലക്ട്രോൺ. നമ്മളെ കാണാൻ സാധ്യത കൂടിയ സ്ഥലം ഏതാ? നമ്മുടെ വീടായിരിക്കും അല്ലേ. അതാണ് ഓർബിറ്റൽസ്, ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ന്യൂക്ലിയസ് ആണ് പഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മുടെ വീട്, അതാണ് നമ്മുടെ ഓർബിറ്റൽസ്. ഓക്കെ, SPADF. പക്ഷേ ഈ ഓർബിറ്റൽസിൻ്റെ ഉള്ളിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചില സ്ഥലങ്ങളൊന്നും നമ്മൾ മഷിയിട്ടൊക്കെ കാണൂല. പഠിക്കുന്ന സ്ഥലം, പാചകം ചെയ്യുന്ന സ്ഥലം, ഇവിടെയൊക്കെ നമ്മൾ കാണാൻ സാധ്യത വളരെ കുറവാണ്, സാധ്യത 0 ആണ്. അങ്ങനെ ഇലക്ട്രോൺ ഓർബിറ്റൽസിൻ്റെ ഉള്ളിൽ തന്നെ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ 1s വരയ്ക്കുന്ന സമയത്ത് ഒരു നോഡ് കണ്ടോ, ഇതൊരു നോഡാണ്. കണ്ടോ, ഇവിടെ ഒരു നോഡ്, ഇതിലാണ് കറക്റ്റ് കാണുന്നത്. ഇവിടെ 2s വരയ്ക്കുമ്പോൾ 2 ടൈപ്പ് നോഡുണ്ട്, 2 നോഡുകളുണ്ട്. പക്ഷെ 1sൽ നോഡില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് റീജിയൻ ഇൻസൈഡ് ദി ഓർബിറ്റൽ, പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് 0. ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി 0 ആയിട്ടുള്ള ഓർബിറ്റൽസിൻ്റെ ഉള്ളിലുള്ള സ്പേസസിനെയാണ്, റീജിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ്സ് എന്ന് പറയുന്നത്. നമുക്കതൊന്നും വേണ്ട. ദർ ആർ 2 ടൈപ്സ് ഓഫ് നോഡ്സ്. അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. 2 ടൈപ്പ് നോഡുകളുണ്ട്. ഒന്ന് റേഡിയൽ നോഡും ഒന്ന് ആംഗുലാർ നോഡും. നമുക്ക് ഈ 2 നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. റേഡിയൽ നോഡാണെങ്കിൽ നമുക്ക് എൻ വാല്യൂ ഉണ്ട്. എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എൻ വാല്യൂ എന്നൊന്നും പറഞ്ഞാൽ അറിയാതിരിക്കരുത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ. എൽ വാല്യൂ എന്ന് പറഞ്ഞത് എൽ വാല്യൂ ആണ്. എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമ്യൂച്വൽ ക്വാണ്ടം നമ്പർ വാല്യൂ. ഈ 2 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയൽ നോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? എൻ വാല്യൂ മൈനസ് എൽ വാല്യൂ മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര റേഡിയൽ നോഡ് ഉണ്ടെന്ന് കിട്ടും. ആംഗുലർ നോഡ് കണ്ടുപിടിക്കാൻ എല്ലിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 2 ടൈപ്പ് നോഡുകളുണ്ട്. ഇത് ഏത് നോഡ്, ഇതെന്താ നോഡ് എന്നൊന്നും ഓർത്ത് വെക്കണം കേട്ടോ. റേഡിയൽ നോഡും ഉണ്ട്, ആംഗുലാർ നോഡും ഉണ്ട്. റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ n-l-1, ആംഗുലാർ നോഡ് കണ്ടുപിടിക്കാൻ L മാത്രം. ഓക്കെ, ഇനി എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കാൻ? ഇത് 2 പാടെ കൂട്ടിയാൽ പോരെ. ഇത് 2 പാടെ കൂട്ടുമ്പോൾ എല്ലും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ n-1 മാത്രം വരും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കാൻ n-1 ആണ്. ഓക്കെ, നമുക്ക് ഇത്ര ചോദ്യം വരുള്ളൂ. ഇതുപോലെ ചോദ്യം, റൈറ്റ് ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ആൻഡ് ആംഗുലാർ നോഡ്സ്. ഒരു ടോട്ടൽ നോഡ്സും കൂടി ഉണ്ടായിക്കോട്ടെ, ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സും കൂടി ഉണ്ടായിക്കോട്ടെ. 5f. അപ്പോൾ നമുക്കറിയാം 5f ആണെങ്കിൽ അതിൻ്റെ എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. നമുക്കറിയുന്നതാണ്. എഫ് ആണെങ്കിൽ ഏതായിരിക്കും? എൽ വാല്യൂ എത്രയായിരിക്കും? എസിൻ്റെ 0 ആണ്, പിൻ്റെത് 1 ആണ്, ഡിൻ്റെത് 2 ആണ്, എഫിൻ്റെ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ 5 - 3 - 1 ചെയ്താൽ മതി. 5 - 3 - 1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് ആംഗുലാർ നോഡ് ആണെങ്കിലോ നമ്മുടെ എല്ലിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. എഫ് ഇസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞ രീതി അല്ലേ. എല്ലിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. എൽ വാല്യൂ എത്രയാണ്? 3 അല്ലേ. അപ്പോൾ ആംഗുലാർ നോഡ് 3 ആയിരിക്കും, റേഡിയൽ നോഡ് 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ? റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ ഇവിടെ എല്ലാണ് കേട്ടോ, ഇത് എല്ലാണ്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ആൻസർ തെറ്റാണ്. 3 - 1 ചെയ്തപ്പോൾ 1 കിട്ടി. ഇവിടെ എല്ലിനോട് ഈക്വൽ ആണ്. എൽ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നോഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നോഡിൽ നിങ്ങൾക്ക് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളൂ, ഫൈൻഡ് ദി നമ്പർ ഓഫ്, ഇതുപോലത്തെ ഒരു ഓർബിറ്റിൽ തരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ റേഡിയൽ നോഡും ആംഗുലാർ നോഡും കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഒരു 4s ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കുള്ള ഹോംവർക്കായിട്ട് തരികയാണ്. ഹോംവർക്കല്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 4s കണ്ടുപിടിച്ച് നോക്കുക, റേഡിയൽ നോഡും ടോട്ടൽ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എത്രയായിരിക്കും? റേഡിയൽ നോഡ് 1 ആംഗുലാർ നോഡ് 3 ആണെങ്കിൽ 1 + 3 എത്രയായിരിക്കും? 4 നോഡുകൾ ഉണ്ടായിരിക്കും. അതിൽ റേഡിയൽ നോഡ് 1, ആംഗുലാർ നോഡ് 3. ഇത്രയേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ്, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം.
കോണ്ട നമ്പേഴ്സ് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ആ ഡിസ്കസ് ചെയ്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ളൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. നമ്മൾ ഒരു ടൈപ്പ് പ്രോബ്ലം, അതായത് എന്നും എല്ലും തന്നിട്ട് ഷെല്ല് ഏതാണെന്ന് ഏതാണൊരു ചോദ്യം നമ്മൾ ക്ലാസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ തന്നെ ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേറെ ടൈപ്പ് ചോദ്യം. ഇതാണ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് സെറ്റ് ഓഫ് കോണ്ട നമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ. ഒരു 4 സെറ്റ് കോണ്ട നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം n is equal to 3, l is equal to 3, m is equal to -3, s equal to +1/2. ഓക്കെ, എന്നിട്ട് ഈ 4 ഏതാണ് പോസിബിൾ അല്ലാത്തതെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച ഓരോ റൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ n is equal to ആദ്യത്തെ നോക്കുക, n is equal to 3 ആണ്. n 3 ആവുമ്പോൾ എല്ലിൻ്റെ വാല്യൂസ് എവിടെ മുതൽ എവിടം വരെ വരാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n 3 ആണെങ്കിൽ 0 മുതൽ 2 വരെ, n-1 വരെ അല്ലേ, n-1 വരെ വരാം. അതായത് 0 മുതൽ 2 വരെ വരാം. ഓക്കെ, പക്ഷെ ഇവിടെ ഏതാ വന്നിട്ടുള്ളത്, എല്ലിന് 3 ആവുന്നത്. എല്ലിന് 3 പോസിബിൾ ആണോ? അല്ല. n 4 ആണെങ്കിലേ എല്ലിന് 3 പോസിബിൾ ഉള്ളൂ. 4 അതിൽ കൂടുതലാവണം. പക്ഷെ ഇവിടെ 3 ആണെങ്കിൽ പോസിബിൾ ആണോ? അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഇവിടെ തന്നെ തെറ്റാണെന്ന് കിട്ടും. ബാക്കിയൊന്നും നോക്കണ്ട, ബാക്കിയൊക്കെ ഇനി ശരിയായിട്ട് കാര്യമില്ല, ഇവിടെ തെറ്റി. നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കിയേ, n-ന് 2 ആ. n-ന് 2 ആണെങ്കിൽ എല്ലിന് ഏതൊക്കെ വരാം, 0-ഉം 1-ഉം വരാം. 1 അല്ലേ വന്നിട്ടുള്ളത്. സോ അതെന്താണ്, ശരിയാണ്, അവിടെ ശരിയാണ്. ഇനി L1 ആണെങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരാം, എമ്മിന് -1 മുതൽ 1 വരെ വരാം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ -1 വരും, 0-യും വരും, 1-ഉം വരും. ഇതിലെവിടെ വന്നിട്ടുള്ളത് 0 അല്ലേ, ഇത് പോസിബിൾ അല്ലേ, പോസിബിൾ ആണ്. എസ് പിന്നെ നോക്കണ്ട, എസ് ഒന്നെങ്കിൽ +1/2 അല്ലെങ്കിൽ -1/2. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ ശരിയാണ്. അടുത്ത മൂന്നാമത്തത്, എല്ലിന് 1 ആണെങ്കിൽ 0 മാത്രമല്ലേ വരുള്ളൂ, അത് ഓക്കെ. m0 വരുമോ, -0, യെസ് അതും വരും അല്ലേ. -0 മുതൽ 0 വരെ, അതായത് 0 വരും. അപ്പോൾ അതും പോസിബിളാണ്. നെക്സ്റ്റ് n0 പോസിബിൾ ആണോ? ഒരിക്കലുമല്ല. അപ്പോൾ എന്താണ്, അത് അവിടെ തന്നെ തെറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ 2ഉം 3ഉം ആണ് ശരി, 1ഉം 4ഉം എന്താണ് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കുക. ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച റൂൾ തന്നെ, നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത റൂൾ തന്നെയാണ്. ഈ റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നോരോന്ന് നോക്കിയിട്ട് അത് ഏതാ തെറ്റ് ഏതാ ശരിയെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങളുടെ PYQ സെറ്റിലുണ്ട്. അതെന്ത് ചെയ്യണം, നിങ്ങളുടെ ബുക്കിലൊക്കെ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോഡുമായിട്ട് ബന്ധപ്പെട്ട്. കണ്ടോ, ഇവിടെ ഇത് ഹിയർ 1 and 3 4 ആർ നോട്ട് അലൗഡ്, 1 ഈസ് നോട്ട് പോസിബിൾ. പിന്നെ അതിൻ്റെ കാരണങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഏതാ പോസിബിൾ, ഏതാ അലൗഡ്, ഏതാന്നല്ല ചോദിച്ചിട്ടുള്ളൂ. അല്ല, കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. സോ അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്തു, സെറ്റാക്കി കഴിഞ്ഞു. നോഡിൻ്റെ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, നോഡുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെതാണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അടിയിൽ നോക്കൂ, കണ്ടോ, ഇതുപോലത്തെ ഒരു ഇക്വേഷൻ 1096 1/n1²-, അതായത് ഹൈഡ്രജൻ സ്പെക്ട്രം കറക്റ്റായിട്ട് പഠിച്ചവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് ഇതിലേക്ക് വരാവൂ കേട്ടോ, ഇത് കാണാവൂ. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് n2-വിൽ നിന്ന് n1-ലേക്ക് തിരിച്ച് ചാടുന്ന സമയത്ത് അതിൻ്റെ പുറത്തേക്ക് പോകുന്ന റേഡിയേഷൻ്റെ വേവ് നമ്പർ കാണാനുള്ളൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഡെറിവേഷനാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും ചോദ്യം വരിക, ഡിറൈവ് ആൻ ഇക്വേഷൻ ടു വേവ് നമ്പർ ഓഫ് ദി ലൈൻ ഇൻ ദി ഹൈഡ്രജൻ സ്പെക്ട്രം. നമുക്കറിയാം, നമ്മൾ നീൽസ് ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ് പഠിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് E2, ഇതാണ് E2 എന്ന് പറഞ്ഞ ആൾ, ഇതാണ് E1. ഓക്കെ, അപ്പോൾ ലൈറ്റ്, ഈ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ചാടുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ചാടുന്നത്. ഓക്കെ, ആദ്യം ഇലക്ട്രോൺ ഇവിടെയായിരുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ടേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കാണാൻ നമുക്കറിയാം, ΔE ചെയ്താൽ മതി, അല്ലേ, E2 - E1 ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ΔE = E2 - E1. ഇനി നമുക്കറിയാം, നമ്മൾ ഓരോ ഷെല്ലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, നീൽസ് ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സിൽ. എന്താണ്, -RH × 1/n² അല്ലേ, ഇത് പഠിക്കുന്നുണ്ട്.
അതായത് ഈ ആർ എച്ചിനെ നമുക്ക് മൈനസ് ആർ എച്ച് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ എന്നിടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് E1-ൻ്റെയും E2-ൻ്റെയും എനർജി കണ്ടുപിടിച്ചതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. E1 ആകുമ്പോൾ N1 വരും, ശ്രദ്ധിക്കുക, E1 ആകുമ്പോൾ N1 വരും, E2 ആകുമ്പോൾ N2 വരും. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആർ എച്ചിനെ പുറത്തേക്ക് എടുത്തു, 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ. അതായത് രണ്ടും മൈനസ് ആകുമ്പോൾ ഒന്ന് മുന്നിലേക്ക് വരും, ബാക്ക് വരും. നിങ്ങൾക്ക് അറിയാലോ, ഇത് മൈനസ് ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ്. 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ ആയിട്ട് മാറും. ആർ എച്ചിൻ്റെ വാല്യൂ കൊടുത്തു, എന്നിട്ട് ഇതാണ് ഡെൽറ്റ കിട്ടിയത്. ഇനി ബോർ ഫ്രീക്വൻസി റൂൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ന്യൂസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ എച്ച്. ഇതിലേക്ക് നമ്മൾ ഡെൽറ്റ ഇക്ക് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ എച്ച് ഡിവൈഡ് ബൈ എച്ച് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഓക്കെ, ഇത് കിട്ടി. ഇത് ചെയ്തിട്ട് നമുക്ക് ഈ വാല്യൂനെയും എച്ചിൻ്റെ വാല്യൂ കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3.29 × 10⁻15 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എസ് ഓക്കെ, വേവ് നമ്പർ കാണുന്ന ഇക്വേഷൻ എന്താ? ന്യൂ ബാർ കേട്ടോ. ന്യൂ ബാർ ആണ്, യു ബാർ എന്നിട്ടുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല, ന്യൂ ബാർ ഇടണ്ട കേട്ടോ. ഓക്കെ, 1/λ ആണ്. 1/λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/ന്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1/λ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, ന്യൂ/c ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ന്യൂ/c ആണ്, 1/λ ആണ്. സോ എന്ത് ചെയ്തു? ന്യൂ കണ്ടുപിടിച്ചു, സീൻ്റെ വാല്യൂ നമ്മളിവിടെ കൊടുത്തു കേട്ടോ. സീൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ഒരു വാല്യൂ കിട്ടി, ഡിവൈഡ് ചെയ്തു. ഇവിടെ എച്ച് കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. എച്ച് നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ എച്ച് ഇവിടെ ഓൾറെഡി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എച്ച് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതായിരിക്കും കിട്ടുക. ഇത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇതായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തു. കുറച്ച് എന്താ പറയുക, ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ വാല്യൂ C1 E2 കൊടുത്തു, അതിൻ്റെ വാല്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, ഒന്ന് വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2018 ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് എല്ലാവരും സ്കിപ്പ് ചെയ്തൊരു ചോദ്യമായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും ഈ സാധനം കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്കൊക്കെയാണ് നിങ്ങളെ എയിമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം കേട്ടോ. എൻട്രൻസും അതുപോലെ തന്നെ ഫുൾ മാർക്കൊക്കെയാണ് നിങ്ങളുടെ എയിമെങ്കിൽ ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. E1 E2 എനർജി കണ്ടു, അത് രണ്ടും മൈനസ് ചെയ്തു. അത് രണ്ടും മൈനസ് ചെയ്തിട്ട് ന്യൂ ഫ്രീക്വൻസി റൂൾ വെച്ചിട്ട് ന്യൂ കണ്ടുപിടിച്ചു. ഈ ന്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ന്യൂ ബാർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1/λ ആണ് നമുക്കറിയാം. ലാംഡ കണ്ടുപിടിക്കാൻ C/ന്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ 1/λ കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? ന്യൂ/c ആയിരിക്കും. ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത്ഭുതമായി മാറരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ചോദിക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 40% ഉള്ളൂ ചോദിക്കാൻ സാധ്യത. കാരണം ആകെ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ 2008 ശേഷം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എക്സാം ടൈറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കയറി വരിക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും ഒരു ഡെറിവേഷൻ്റെ കാര്യവും പറഞ്ഞു. ഡെറിവേഷൻ്റെ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നോട്ട്സ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.